ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോൺ പേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാമെന്നുള്ള ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആകുന്ന ഇൻഫോർമേറ്റീവ് ആകുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. എന്ത് ഡൗട്ട്സ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രോബ്ലം അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കുക. കാരണം നമ്മളെ പുതിയ ലൂട്ട്സും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വരുന്ന പുതിയ ഡീൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫേഴ്സുകളൊക്കെ നമ്മൾ അതിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ഓഫേഴ്സും നമ്മൾ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫോൺ പേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തെടുക്കുക. സോ ഓക്കെ, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തവരാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയായിട്ട് ഫോൺ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് നൽകുന്നുണ്ട്. നിങ്ങൾ അതുവഴി ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100 രൂപ സൈൻ ബോണസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇന്റർഫേസ് വരെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇടതുഭാഗത്ത് മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു പ്രൊഫൈൽ ഐക്കണിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വ്യൂ ഓൾ പേയ്മെന്റ് മെത്തേഡ് എന്ന് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അത് ആ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു പ്ലസ് ബട്ടണിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആഡ് കാർഡ് എന്ന ഭാഗത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ATM കാർഡ് നമ്പർ എൻ്റർ ചെയ്യാം. അതിനുശേഷം മന്തും ഇയറും CVV നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും, ബാങ്ക് അക്കൗണ്ട് പോയിട്ട് ഒരു ATM കാർഡ് പോയിട്ടും ഇല്ല, പിന്നെ എങ്ങനെ ഈ ATM കാർഡ് ആഡ് ചെയ്യാം? അതിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് UPI ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങളൊരു 18 വയസ്സിന് താഴെയുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ATM വെർച്വൽ കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് ഫിസിക്കലി ഓർഡർ ചെയ്യാനും ആ ATM കാർഡ് വെച്ച് നിങ്ങൾക്ക് ATMൽ നിന്ന് പണം വിഡ്രോ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് നൽകുന്നുണ്ട്. സോ നിങ്ങൾ ഇവിടെ കാർഡ് എന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യൂ കാർഡ് ഡീറ്റെയിൽസ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ ഒരു ഭാഗം കോഡ് ബ്ലാക്ക് ആയിരിക്കും കാണാൻ സാധിക്കുക, കാരണം അത് സെക്യൂരിറ്റി ആണ്, അതുകൊണ്ടാണ്. സോ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ATM കാർഡ് നമ്പർ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ആഡ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇതൊരു കീവേഡ് ജസ്റ്റ് ഒന്ന് കൊടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തിനാണ് ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഓംനി കാർഡിന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ അതിന് മുകളിലായിട്ട് ജസ്റ്റ് ചെറുതായിട്ട് ഒരു ലൈനിൽ ഏരിയയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ATM കാർഡിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു ATM കാർഡിൽ 2 രൂപയെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. കാരണം 2 രൂപ അവിടെ ചാർജ് പിടിക്കുന്നുണ്ട് ഈ ഒരു ATM കാർഡിൽ ആഡ് ചെയ്യാനായിട്ട്. സോ അതിനുശേഷം ആഡ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന ഒരു പേജിലോട്ട് ലോഡ് ആവുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഇവിടെ ആയിട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ATM കാർഡും ലഭിക്കുന്നതായിരിക്കും, ഒരു UPIയും ലഭിക്കുന്നതായിരിക്കും. സോ ആ ഒരു ആപ്ലിക്കേഷൻ വഴി തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ഷോപ്പിലൊക്കെ സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ, റീചാർജ് ചെയ്യാനൊക്കെ പറ്റും. സോ നിങ്ങൾക്ക് ഫോൺ പേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ അണ്ടർ 18 ഏജ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് 100% നിങ്ങൾ ട്രൈ ചെയ്യുക, എന്തായാലും സക്സസ് ആവുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പേയ്മെന്റ് പേജിലോട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓക്കെ, അപ്പം നമ്മുടെ പേയ്മെന്റ് പേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ATM ആ ഒരു ഡെബിറ്റ് കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നിങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം താഴെ കാണുന്ന വെരിഫൈ എന്നുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും യു ആർ ബീങ് റീഡയറക്റ്റ് എന്ന്. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യരുത്, ബാക്ക് ഒന്നും അടിക്കരുത്, ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് പേയ്മെന്റ് സക്സസ്ഫുൾ ആകുന്നതായിരിക്കും. സോ ഓക്കെ. അപ്പം നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഓംനി കാർഡിൽ നിന്ന് പേയ്മെന്റ് ഡെബിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. സോ ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം യെസ് ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു ബാങ്കാണ് ഈ ഒരു ATM കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, 6380 ഈ ATM കാർഡ് തന്നെയാണ് ഇവിടെ ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ ഓംനി കാർഡിന്റെ ATM കാർഡിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ATM കാർഡിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഓക്കെ. അപ്പം ഇത്രയും സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഈ ഒരു ATM കാർഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു ATM കാർഡ് വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് റീചാർജ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ അതിനായിട്ട് മൊബൈൽ റീചാർജ് ഓപ്ഷൻ പോയിട്ട് എൻ്റെ തന്നെ ഒരു നമ്പറിലോട്ട് ഞാൻ ഇവിടെ റീചാർജ് ചെയ്യുന്നുണ്ട്. സോ ഓക്കെ. അപ്പം ഞാനൊരു ഡാറ്റ മാത്രം കിട്ടുന്ന ഒരു 15 രൂപയുടെ ഒരു പാക്കേജ് ഉണ്ട്. സോ ഞാൻ അതാണ് ഇവിടെ റീചാർജ് ചെയ്യാൻ പോകുന്നത്. അതും നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഓംനി കാർഡ് ഡെബിറ്റ് കാർഡ് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ. അപ്പം നമ്മളിവിടെ 15 രൂപ ഞാനിവിടെ പ്രൊസീഡ് ടു പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ റീചാർജ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും അതിന് താഴെയായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഡെബിറ്റ് കാർഡും നിങ്ങൾക്ക് ഇവിടെ റുപ്പയുടെ ഒരു കാർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഞാൻ അവിടെ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തതിനു ശേഷം CVV നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് ആ ഒരു കാർഡിന്റെ പിൻവശത്തോ അല്ലെങ്കിൽ താഴെ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. സോ ഓക്കെ. അത് 3 ഡിജിറ്റ് ആയിരിക്കും. അത് നിങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം പേന് കൊടുക്കുക. പേ 50 റുപ്പീസ്. ഞാനിപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ ATM കാർഡിൽ ലിങ്ക് ചെയ്ത് എന്ന് വെച്ചാൽ പോലും നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ആ ഒരു ഷോപ്പിലൊക്കെ പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഒമ്നി കാർഡ് എന്ന ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു 18 അണ്ടർ ഏജ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പേയിൽ ഷോപ്പൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ഷോപ്പിൽ സ്കാൻ ചെയ്തൊക്കെ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ OTP വരുന്നതായിരിക്കും. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ. അപ്പോൾ ഇപ്പം തന്നെ നമ്മളുടെ ആ ഒരു ATM കാർഡ്, അതായത് ആ ഡെബിറ്റ് കാർഡ് വെച്ചുകൊണ്ട് തന്നെ ഫോൺ പേ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ റീചാർജ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഓക്കെ. അപ്പം നിങ്ങൾ പല ആൾക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു 18 അണ്ടർ ഏജ് ഉള്ള വ്യക്തികൾക്ക് ഫോൺ പേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് Paytm യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ Paytm യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലെ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. സോ ഓക്കെ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ATM കാർഡ് നിങ്ങൾക്ക് ഇതിൽ ലിങ്ക് ചെയ്ത് കൂടി നിങ്ങൾക്ക് എല്ലാവിധ റീചാർജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരു ഫ്രണ്ടിലേക്ക് നിങ്ങൾ ഒരു ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് ഷോപ്പിൽ പേയ്മെന്റ് ചെയ്യാനോ സാധിക്കില്ല. അതിനൊക്കെ നിങ്ങൾ ഒമ്നി കാർഡ് എന്ന ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.